നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാൻ വേണ്ടി ഒരു ന്യൂസിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും. നമ്മുടെ കേരളത്തിലെ കേര കർഷകരെ മുഴുവൻ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ കേര ഫെഡ് കാണിച്ചിരിക്കുന്ന ഒരു പക്ക തോന്നിവാസം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കേരളത്തിലെ കർഷകരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കേര ഫെഡ് തയ്യാറാവേണ്ടത്. അതിനു വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഓരോ വ്യവസ്ഥകളാണുള്ളത്. കാരണം ഒരിക്കലും അന്യ സംസ്ഥാനങ്ങളിൽ പോയിട്ട് അവിടെ നിന്ന് ഒരിക്കലും തേങ്ങ അവിടെ നിന്ന് എടുക്കാൻ പാടില്ല, കേരളത്തിലേക്ക് കൊപ്ര കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളത് കാരണം അങ്ങനെ ഒരു റൂൾസ് നിലവിൽ ഉള്ളതാണ്. അത് കേരളത്തിലെ കർഷകരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് കർഷകർ കേരളത്തിൽ തെങ്ങ് കൃഷി നടത്തുന്നവർ കുറവാണ്. കാരണം ഉള്ളവരെ കൂടിയിട്ട് അത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം വെളിച്ചെണ്ണയ്ക്കും അല്ലെങ്കിൽ അതിനുള്ള റേറ്റും കാര്യങ്ങളും അറിയാമല്ലോ. അപ്പോൾ 1 കിലോ തേങ്ങ കടയിൽ നിന്ന് മേടിക്കണമെങ്കിൽ 37 രൂപ കൊടുക്കണം. അപ്പം കേരളത്തിൽ ഇവിടെ മലബാറിലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ തെങ്ങ് കൃഷി നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ തേങ്ങകളും കാര്യങ്ങളും ഇവിടെ കെട്ടിക്കിടക്കുന്ന സമയത്ത്, പച്ചത്തേങ്ങയും ഉണക്കത്തേങ്ങയും എല്ലാം കെട്ടിക്കിടക്കുന്ന സമയത്ത് ഇവർ തമിഴ്നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ ഇറക്കുമതി ചെയ്തിരിക്കുകയാണ്. അപ്പം ഇത് എന്തിൻ്റെ ആവശ്യമാണ്? ഇപ്പോൾ ഇന്ന് വന്ന ന്യൂസിൽപ്പെട്ടാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. കാരണം ഇതിന് ആൾക്കാർ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക, വീഡിയോ ഇതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്യുക, ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിനെ പക്കായിട്ട് എതിർക്കുക. അതല്ലെങ്കിൽ നാളെ കേരളത്തിലുള്ള കർഷകർ ഈ ഒരു വ്യവസായം ഇല്ലാതാക്കും. തെങ്ങ് കൃഷി എന്നൊരു ഒരു വ്യവസായത്തിനെക്കുറിച്ച് അവർ ചിന്തിക്കുക പോലുമില്ല. കാരണം വ്യവസായ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്തെങ്കിൽ മാത്രമേ ഇന്ന് കർഷകർക്ക് കേരളത്തിൽ ജീവിച്ചു പോകാൻ പറ്റൂ എന്നാണ് ഇന്നത്തെ കാലത്തിൻ്റെ ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത്. അപ്പം പണ്ട് കാലങ്ങളിൽ മുഴുവനായിട്ട് നമ്മളിവിടെ തെങ്ങ് കൃഷി നടത്തി അതിൽ നിന്ന് നല്ല ആദായം കൊണ്ടുപോയി കാണിച്ചാൽ ആ റേറ്റും കാര്യങ്ങളും കിട്ടുമായിരുന്നു. ഇന്ന് കർഷകന് കിട്ടുന്നില്ല. കാരണം കർഷകന് കുറേ അതിനുള്ള അനുസരിച്ചുള്ള വളങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യണം. അതുപോലെ ഒരു തെങ്ങ് കയറ്റക്കാരനെ കിട്ടണം, അവന് കൂലി കൊടുക്കണം. ഇതെല്ലാം വെച്ച് വരുന്ന സമയത്ത് കർഷകനൊന്നും കിട്ടാത്ത അവസ്ഥയിൽ എന്തെങ്കിലും ഒരു ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ് ബൾക്കായിട്ട് നമ്മൾ കേര ഫീഡിന് കർഷകർ കൊടുക്കാൻ തയ്യാറാവുന്നത്. അപ്പം അതിനനുസരിച്ച് കേര ഫീഡ് പോലും നമ്മുടെ കർഷകരിൽ നിന്ന് എടുക്കുന്നില്ല എങ്കിൽ അപ്പം തേങ്ങയുടെ വില എവിടെ പോകും? വീണ്ടും താഴെ പോകും. അപ്പോൾ കർഷകൻ എന്താ കിട്ടുക? അപ്പം അതുകൊണ്ട് ഈ അന്യസംസ്ഥാനത്തിൽ പോയിട്ട് എടുക്കുന്ന ആ പ്രവണതയ്ക്കെതിരായിട്ട് ശക്തമായിട്ട് കർഷകർ പ്രതിഷേധിക്കണം. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.